അമ്മ എഴുന്നേൽക്ക്. അമ്മേ എഴുന്നേൽക്ക്. എന്നാടി 5 മണി ആയെന്ന്. 5 ആ നീ എപ്പോഴും എഴുന്നേറ്റേ? ഞാൻ 4:45. ആ ഞാൻ ദേ വരുന്നു. 5 മണിയായോ? അപ്പോൾ ദേ എന്താ പറയുക, ഞാനിപ്പോൾ ദേ പാത്രങ്ങൾ കഴുകി തുടങ്ങിയിട്ടാ. അപ്പോൾ അരിക്ക് തീ കത്തിച്ചു, കലം വെച്ച് തീ കത്തിച്ചിട്ട് പുകഞ്ഞിരിക്കുക. കാരണം എന്നറിയോ, നനഞ്ഞ് കുറച്ച് തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ അരിയുടെ ഒപ്പം തന്നെ ഇവിടെ കുറച്ച് ചോറ്, അതായത് നല്ല അരിയുടെ ചോറാണ് കേട്ടോ, മറ്റേത് റേഷൻ അരിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല അരിയുടെ ചോറ് കളയാനായിട്ട് പറ്റില്ല. കാരണം എന്താ പറയുക, റേഷൻ അരി ബാലൻസ് വന്നാൽ മാത്രമാണ് ഞാൻ കോഴിയുടെ തീറ്റയുടെ കൂടി ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതേ ചോറ് ഇന്നലത്തെ ബാലൻസ് വന്ന ചോറ് ഞാൻ കഴുകി വാരിയതാണ് കേട്ടോ. അത് അരിയുടെ ഒപ്പം തന്നെ ഇടാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ചോറ് ബാലൻസ് വന്ന് കളയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഏത് ചോറാണെങ്കിലും വെന്ത ചോറ് പിന്നെ ഒരിക്കലും വേഗത്തില്ല. അപ്പോൾ അത് അരിയുടെ കൂടെ തന്നെ കഴുകിയിട്ടാണെങ്കിൽ നമുക്ക് ചോറ് വേസ്റ്റ് ആക്കാണ്ടിരിക്കാം കേട്ടോ. കാരണം ഇതെനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ എൻ്റെ നാത്തൂനുണ്ട് അത് പറഞ്ഞത്. അപ്പം ഞാൻ അതിന് ശേഷം ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ റേഷനരി മാത്രം ഞാൻ അത് 10 മിനിറ്റിൻ്റെയൊക്കെ ആയ കാരണം 10 മിനിറ്റ് കൊണ്ട് വേവണതായത് കൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കോഴിയുടെ തീറ്റയ്ക്ക് കൂടെ കൊടുക്കത്തുള്ളൂ. പിന്നെ അത് അധികം ചോറ് വെക്കാറുമില്ല, നമ്മൾ പാകത്തിനുള്ളത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും സമയമായി ഞാൻ കാപ്പിക്ക് വെള്ളം വെക്കട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് ജോബിന് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അപ്പോൾ അവൾക്ക് ഗ്ലാസ് കാപ്പി കൊടുക്കണം. അപ്പോൾ അടുപ്പിൽ വീണ്ടും പുകഞ്ഞോടി കേട്ടോ. അപ്പോൾ ഞാനത് ഊതി തീ കത്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതേ കണ്ടോ, ഈ ചോറും അരിയും കൂടി ഇട്ടിട്ട് എന്താ പറയുക, കണ്ടോ ആ ചോറിൻ്റെ ഒപ്പം തന്നെയാണ് അരി നിൽക്കുന്നത്, അതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ എന്താ പറയുക, അടുപ്പും മിക്സിയൊക്കെ ഭയങ്കരമായിട്ട് ചെളി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ കാപ്പി തിളച്ചതൊന്ന് എടുക്കണം കേട്ടോ. മധുരം പൊടിയൊക്കെ ഇട്ടു. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ചോറൊന്നും കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ വെന്ത് പോയി കഴിഞ്ഞപ്പോൾ ഇതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറൊന്നും കൂടി പോയി നോക്കിയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം 6:45. ഇപ്പോൾ ജോബിനിക്ക് ഞാൻ കാപ്പി കൊണ്ടുപോയി കൊടുത്തു. കാരണം കൊച്ച് 4:45 അപ്പോൾ അതിനിടയ്ക്ക് കാപ്പി ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഓരോരോ പണികളെടുത്ത് നടന്നതുകൊണ്ട് എനിക്കത് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെടുത്ത് ഗ്യാസ് അടുപ്പുണ്ടല്ലോ, നിറച്ച് ഇങ്ങനെ കാപ്പി കളിച്ചും അതുപോലെ തന്നെ കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തം അഴുക്കായിട്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ തന്നെയാണ് നമ്മൾ മെഴുകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും മീനെല്ലാം കൊണ്ട് ഇങ്ങനെ കറുത്ത ഇതായിട്ടിരിക്കട്ടെ. എന്തായാലും ഇനിയിപ്പം എന്താ പറയുക, അരി വെന്ത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പാത്രം കഴുകണ ഇരുമ്പിൻ്റെ മറ്റേ സംഭവമില്ലേ, ഇത് കണ്ടിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് ഉറച്ച് കഴിയുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാരണം ഞാൻ നമുക്കിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ ഞാൻ റൂട്ടൊക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് സാധിക്കില്ല. ചിലപ്പോൾ ഓർഡർ വരുന്ന സമയത്തായിരിക്കും ഞാനത് റെഡിമേഡാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അടുക്കളയിലത്തെ പണികൾ ചിലതൊക്കെ അവിടെ കിടക്കും, ചിലപ്പോൾ പറമ്പ് വൃത്തിയാക്കാനുണ്ടാവും, അതൊക്കെ അവിടെ കിടക്കും. ചിലപ്പോൾ മുറ്റടിക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റുള്ളവരോട് എന്താ പറയുക, ഞാനെല്ലാം പെർഫെക്ഷനാണെന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യമുള്ള പോലെ പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഗ്യാസിൻ്റെ സൈഡൊക്കെ എനിക്കിതൊന്ന് തേച്ച് കഴുകിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എന്നും തോന്നും, ദൈവം ഇതൊന്നും കഴുകിയില്ല, തുടച്ചില്ല, വൃത്തിയാക്കിയില്ല എന്നും തോന്നും. പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, അത് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ, അല്ല എന്ത് കാര്യം ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാലത്ത് ഇന്നലെ ഞാൻ രാത്രി അത് ചിന്തിച്ചിരുന്നില്ല. എന്തായാലും കൊള്ളാം, എനിക്കിപ്പോൾ സമയം കിട്ടി. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് മെഴുകൊക്കെ വീണിട്ടുള്ള സംഭവം കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക, വേറെ അടുത്ത കാര്യങ്ങളെല്ലാം മെഴുകി വീഴുന്നതിൻ്റെ അങ്ങനത്തെ അവശിഷ്ടങ്ങൾ. അപ്പോൾ ഞാനത് എല്ലാം കഴുകി വൃത്തിയാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഉരച്ചിട്ട് ചിലതൊന്നും വരില്ല. കാരണം ഒരു 1.5 മാസമായിട്ടുണ്ടോ ഞാൻ ഗ്യാസിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടയൊന്ന് തുടച്ചിട്ട് പോകാമെന്നല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതൊന്ന് അടർത്തി കളയാനായിട്ടോ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ചിലർ ചോദിക്കും, ഇതൊന്ന് വൃത്തിയാക്കേണ്ടതാണ് ഇത്ര വലിയ വിഷയം ചോദിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയണത്, ഞാൻ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡർ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചന്ദനത്തിൽ ഉണ്ടാക്കാനുണ്ടാവും. കണ്ടോ ഈ മെഴുകിൻ്റെ പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വേറൊരു ഗ്യാസും കുറ്റിയൊക്കെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നില്ല. നമുക്ക് ഒരു കാര്യമുള്ളൊരു വീട്ടിൽ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നവർക്ക് എന്തും ചോദിക്കാം, പക്ഷെ അവർക്ക് അറിയില്ല
ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ പലതായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ കിട്ടട്ടെ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉരച്ചിട്ട് ഈ പൊടികളെടുക്കുന്നില്ല, ഇത് മൊത്തം ഇത് ഈ മെഴുക് ഒഴുകിയതിൻ്റെ വേസ്റ്റുകളാണ് കേട്ടോ. പക്ഷെ പോകും എനിക്കറിയാം. പക്ഷേ എനിക്ക് ചില സമയത്ത് ജോലിക്ക് പോയിട്ട് ഞാൻ ചിലപ്പോൾ സന്ധ്യയ്ക്ക് ആകുമ്പോൾ കയറി വരെ ഒരു 4 മണി കഴിഞ്ഞിട്ട് ഫീൽഡിൽ പോയാൽ മാത്രമാണ് നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യ കാലങ്ങളിൽ കാലത്ത് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ പ്രതീക്ഷ എന്നിട്ട് ചെല്ലുമ്പോഴേക്കും പൈസ കിട്ടുന്നതായിരിക്കും. ഇപ്പം ഒരു കാരണവശാലും കിട്ടാറില്ല കേട്ടോ. കാരണം അവർ പറയും ഞങ്ങൾക്ക് ചന്തയ്ക്ക് പോകണം, സാധനം വാങ്ങണം, അപ്പോൾ അതുകൊണ്ട് പൈസ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറയും. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണെന്തി ഉച്ച കഴിഞ്ഞിട്ട് പോകണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ഒരു 4 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 മണി കഴിയുമ്പോഴേക്കും പാൽക്കാർ വരും അവരുടെ കയ്യിൽ. അപ്പോൾ ആ പാൽക്കാർ പാല് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൈസയില്ല. പാൽക്കാർക്ക് ഡെയിലി പൈസ കൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ കളക്ഷൻ വന്നാൽ മാത്രമാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് 100,000 200,000 തരണ്ടേ. ഒരു 10 കട കയറി കഴിയുമ്പോൾ ഒരു 10 ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ 500 രൂപ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ 200 രൂപ വരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സമയങ്ങളേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 10,000 രൂപയുടെ സാധനം കൊണ്ടുപോയിട്ടുണ്ടാകും, പക്ഷേ കയ്യിൽ കളക്ഷൻ വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ എന്താ പറയുക, ചില ദിവസങ്ങൾ വളരെ മാനസികമായിട്ട് വിഷമത്തിലേക്ക് ആകുമ്പോൾ വന്ന് കയറുക. അപ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ പിന്നെ പിറ്റേ ദിവസം പോകേണ്ട കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ടെൻഷനായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പം എന്തായാലും കൊള്ളാം. ഞാനവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ കണ്ടോ എൻ്റെ ഗ്യാസ് കണ്ടോ എന്ത് രസമായിട്ടിരിക്കണേ. എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കാറില്ല കേട്ടോ. ഈ പണ്ട് ഇതിലെ വഴി നടന്നു പോകുന്ന ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ ഈ മുറ്റവും പരിസരമൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകും. ഈ പെണ്ണിന് ഒരു പണിയില്ലാണ്ടിരിക്കുന്നതല്ലേ എന്നുള്ളൊരു ചിന്താഗതി അവർക്ക്. പക്ഷെ ഇതിനുള്ളിൽ ഞാൻ ചന്ദനത്തിരി കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്നൊരു കാലഘട്ടം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അവരൊക്കെ എടുത്ത് ഉറക്കിയതിന് ശേഷം രാത്രി പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയെടുത്തു. അപ്പം അന്നേരം എനിക്ക് എന്താ പറയുക, എൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത അത് എനിക്ക് വേറെ ആരും തരില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാനതിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യം മറ്റേ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ജോലി മാറ്റി വെച്ചിട്ടാണ് മറ്റേ ജോലി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതങ്ങനെയൊക്കെ ഇനി പോകത്തുള്ളൂ. ഇപ്പോൾ ഇതേ ജോബിന് ഒരു അസൈൻമെൻറ്റ് എഴുതാണ്ടായിരുന്നു. ജോബിൻ്റെ അസൈൻമെൻറ്റ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാനത് ഒപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇത് ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഇറച്ചി മീൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ഇറച്ചി മീൻ അങ്ങനെ മാറിയായിരുന്നു. പച്ചക്കറി ചില ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളാണെങ്കിൽ പച്ചക്കറി മാത്രമേ കാണത്തുള്ളൂ. 2 പേര് എന്നെ നോക്കി നിൽക്കണണ്ട. അവർക്കൊന്നും തീറ്റ കിട്ടിയില്ല. കാരണം ഞാൻ ചോറ് കഴുകി അരിയുടെ ഒപ്പം ഇട്ടത് കാരണം ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിലേ അവരുടെ പുറകിൽ മാറി അടുക്കളയിൽ വന്നപ്പോൾ അത് കഴുകി കഴുകി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ കഥ പറയാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എനിക്ക് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ജീരകം കൂടെ ഒരു നല്ല ജീരകത്താണ് കിട്ടും. അധികം ഇത് പറഞ്ഞാൽ നല്ല ജീരകമാണ് വരുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരുന്ന സംഭവങ്ങൾ വരുന്നത് വേപ്പിൻ്റെ എല്ലാം സബോള, തക്കാളി ഇതെല്ലാം കുനുകുനുന്ന് അരിഞ്ഞ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, തക്കാളി, സബോള, ഇഞ്ചി ഇത്രയൊക്കെ ഇട്ട് കൊടുത്ത് അത് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് 2 3 വറ്റൽമുളക് പൊട്ടിച്ചിടുക. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിത് പെരുംജീരകം ചതച്ചതാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്. ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ മൂപ്പിച്ചെടുത്തു കേട്ടോ. ആ മൂപ്പിച്ചെടുത്തതിലേക്ക് നമ്മൾ പുളിവെള്ളം, ഇത് പുളിവെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിക്കാനുള്ള ഇത് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ അരിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഴാത്ത ലെവലിൽ നമുക്കിത് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ വെള്ളം കൂടി ഒഴിച്ചു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങ വേണമെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ അധികം വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. ഇത് പുളി വെള്ളത്തിലേക്ക് അധികം വെള്ളം ചേർക്കരുത്. അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും കൂടി മാത്രം എടുത്തിട്ട്, അല്ലെങ്കിൽ 1-ാം പാൽ തന്നെ എടുത്താൽ മതി. ഞാൻ 1-ാം പാൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ 1-ാം പാൽ തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇത് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ മൊത്തം എടുത്തത്. അപ്പോൾ ആ തേങ്ങ ഇടണ്ട. അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിക്കുക. അത്രയേ ഉള്ളൂ അതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ പപ്പടം വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് പപ്പടം വറുത്തിട്ട് നമ്മൾ 4 ആക്കി നമ്മളിങ്ങനെ മുറിക്കില്ലേ,
നടു ഇതാക്കിയിട്ട് 4ആക്കി മുറിക്കത്തില്ലേ, ആ 4ആക്കി മുറിക്കണതിൻ്റെ ഇതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ആ 4ആക്കി മുറിച്ചിട്ട് ഞാൻ ആ പപ്പടത്തിൻ്റെ എന്താ പറയുക ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തുട്ടാ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഉപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു, നിങ്ങൾ കാണാനിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ ചക്കരമോള് ജോബിനെ പോയിട്ട് ആ ക്ലാസ്സിൽ പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു, എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അപ്പോൾ ചക്കരമ്മ ഡ്രസ്സ് മാറുന്നുണ്ട്. ഇവിടെ 2 പേരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്തൊരു സംഭവം എന്നറിയോ, ചോറ് ബാലൻസ് വന്നിട്ട് ഇങ്ങനെ കളയാന്നുള്ളത് 2 പേരും ഡിസ്കസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് ചെടിച്ചട്ടിയുടെ വള്ളി കോട്ടയത്ത് നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. നമുക്ക് മിതമായിട്ടുള്ള വിലയ്ക്ക് തരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ കരിക്ക് കൊണ്ടുവന്നേ. അപ്പോൾ നേരപ്പം കരിക്ക് എന്താ പറയുക പിള്ളേർ പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് വൈകിട്ട് വരെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അണ്ടർത്തി തരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും അത് കഴിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ തുണി അരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂട്ടി അത് വിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ തിരുവിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ചക്കര പറഞ്ഞു, അമ്മയെ കുറേ നാളായി ഞാൻ അവിടെ കയറണം ആഗ്രഹിക്കണേ. നമ്മുടെ കുറിച്ചിയിൽ ചങ്ങനാശ്ശേരിക്ക് പോണ റൂട്ടിന് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ കടയുടെ പേര് മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നും ഇതിങ്ങനെ ഇരിക്കണതാണ് ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ ഒന്ന് കയറണം, അവിടെ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ച് നമുക്ക് അവിടുത്തെ വീഡിയോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ അവൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് പോയിട്ട് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ പിള്ളേരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർ കോഴിക്കോടാണ് ആ പിള്ളേരുടെ വീടെന്നൊക്കെ പറഞ്ഞു. അപ്പം അവരെനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് തന്നത് നമ്മുടെ ഇതുണ്ടല്ലോ പബ്ലിക് മാതള നാരങ്ങയല്ല, എന്താ പറയുക ഒരു നാരങ്ങയുടെ ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് അവർ നോക്കാൻ തന്നത് നല്ല പച്ച കളറായിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ സാധനം അവർ നല്ല പച്ച കളറൊക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. എന്തായാലും കൊള്ളാം. അവിടുത്തെ എല്ലാം ഇരിക്കണ കാണുമ്പോൾ തന്നെ നല്ല എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും കേട്ടോ. അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇഷ്ടം തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ തലവേദനയൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഇവളുടെ ഒരാഗ്രഹമല്ലേ നമ്മൾ തീർത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ എൻ്റെ ചങ്ക് പൊടിയായിരുന്നു. പക്ഷെ എന്തായാലും കൊള്ളാം. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഈ പറയുന്ന വിലയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. വിലയുണ്ട് സാധനത്തിന്, പക്ഷെ ഞാൻ എല്ലാതും ഒരു 50 ഗ്രാം വെച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ. അപ്പം ഇവൾ പറഞ്ഞു, അമ്മേ നമുക്ക് 1-2 സാധനം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചെന്ന് പറയുന്നത് ബ്ലാക്ക് മൾബറിയും പിന്നെ എന്താ പറയുക ഒരു മറ്റേ ഡയറി മിൽക്ക് പൗഡറിലൊക്കെ വേറൊരു സംഭവം ചോക്ലേറ്റും പിന്നെ മറ്റേ ജെംസ് അതൊരു 50 ഗ്രാം വാങ്ങിച്ചു. അങ്ങനെ 1-2 ഐറ്റം. പിന്നെ അവർ എന്താ പറയുക ഡയറി മിൽക്കിൻ്റെത് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബില്ലൊക്കെ പേ ചെയ്തു കേട്ടോ ഞങ്ങളപ്പോൾ. ആ കുട്ടികൾ പറഞ്ഞേ എന്താ പറയുക ഞാൻ ഇതെന്തിനാ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് യൂട്യൂബിലിടാനായിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ. അപ്പോൾ അവർക്കൊരു മടി, ഞാൻ എടുക്കില്ലേ എന്നൊക്കെയുള്ളൊരു മടി കേട്ടോ. അപ്പോൾ അന്നേരം എന്തായാലും അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിപ്പോൾ ഇതേ വണ്ടി തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചക്കരാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. ചക്കര ആഗ്രഹിച്ചൊരു കാര്യം സാധിച്ചതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മീൻകാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് മീനും കൂടി വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് 1 കിലോ മത്തി വാങ്ങിച്ചു ഞങ്ങൾ. നാളെ ദുക്രാനയല്ലേ, അപ്പം നേരം നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം കറി വയ്ക്കാനായിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഞങ്ങളുടെ കുറിച്ചീന്ന് ഉള്ള വഴിയിലേക്ക് കയറി കേട്ടോ. കുറിച്ചീന്ന് കൈനടി ഭാഗത്തേക്ക് പോകുന്ന വഴിയിലേക്ക് കയറി. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ദൈവം ഇന്നത്തെ ദിവസം മൊത്തം പരിപാലിച്ചു. അപ്പോൾ അതിനവർക്ക് ദൈവത്തിനും കൂടി നന്ദി പറയുന്നു. ചക്കര വന്ന വഴിക്ക് തന്നെ സഹോദരങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇത് ഇത്രയും സംഭവങ്ങൾ വാങ്ങിച്ചതിന് 190 രൂപയായിട്ടാണ്. അപ്പം ഇവൾ ഇങ്ങനെ ഇത് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കണം കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് നിൽക്കണത്. ഓരോന്നോരോന്ന് അവൾ മാറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇവരാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ 4 പേരും എന്ത് സാധനം കിട്ടിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പകുത്തെടുത്തോണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല,
ഉള്ളതിൽ പകുതി അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നാളെ മേലാക്കുകയാണെങ്കിലും ഇവർക്ക് ഒരാൾക്കൊരു സാധനം കൊടുക്കാനും അല്ലെങ്കിൽ അതെങ്ങനെയാണ് പങ്കുവെക്കേണ്ട രീതി എന്നുള്ളത് ഇവർ പഠിച്ചെടുക്കും. അതല്ല ഇവർക്ക് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് വാങ്ങിക്കണമെന്ന് വെച്ചാൽ ചില സാധനങ്ങൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട്, ചില സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. ഒരുമിച്ച് ഒരു സംഭവം കൊണ്ടേ കൊടുക്കും. ഇപ്പോൾ ഒരു പാക്കറ്റ് മിച്ചറാണെങ്കിൽ ഒരുമിച്ച് കൊടുത്തിട്ട് പറയും 6ആയിട്ട് പങ്കുവെച്ചോളാൻ പറയും. അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉള്ളത് പങ്കുവെച്ചേക്കണം എന്ന് പറയും. അപ്പോൾ ഇവർ പണ്ട് മുതലേ പങ്കുവെക്കാണ്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സങ്കടപ്പെടുന്നുള്ളത് അവർക്കറിയാം. കാരണം അത് അച്ചാച്ചനാണെങ്കിലും ചേട്ടനെ ഇവർ അച്ചാച്ചൻ എന്ന് വിളിക്കണം. അപ്പം ചേട്ടനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം കൊണ്ടുവന്നാലും പങ്കുവെച്ച് കഴിക്കണം, ആരെങ്കിലും കയറി വരികയാണെങ്കിൽ അവർക്കും കൂടി കൊടുത്തേക്കണം എന്നുള്ളത് ഇവരോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. പിന്നെ ചില കാര്യങ്ങളിൽ ഇവർ 4 പേര് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചിട്ടുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ ആർക്കും ഒരു സാധനം കിട്ടത്തുമില്ല. ഉള്ള സത്യാവസ്ഥ പറയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വരുമ്പോൾ പരാതികളുടെ ഘോഷയാത്ര, അച്ചാച്ചൻ വരുമ്പോൾ പരാതികൾ അപ്പോൾ അപ്പോഴേ പൊളിച്ചു പങ്കുവയ്ക്കാൻ തുടങ്ങണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മേലാക്ക ഈ കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. എന്ത് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു രീതി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് വിടണം. നാളെ അവരൊരു കൂട്ടത്തിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇത് ചെയ്യാതെ വരും. സ്വന്തം കാര്യം സിന്താബ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അവർ പോകും. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വിടാതിരിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാതായിരിക്കും നല്ലത്. നമ്മൾ കൊടുത്തു പഠിച്ചുകൊണ്ട് നമുക്കൊന്നും കുറയാൻ പോകുന്നില്ല, നമുക്ക് നേട്ടം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ 4 പേരും ഇങ്ങനെയാണ് കേട്ടോ. ഞാനിവർ പുകഴ്ത്തി പറയുന്നതൊന്നല്ല, പക്ഷെ ചില സമയത്ത് ഇവർ പകർത്ത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ നല്ല തല്ലും കിട്ടിയിട്ടുണ്ട്. ഉള്ള സത്യാവസ്ഥ തന്നെ അത്. ഇപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. ഒരു ഗൾഫ് മുട്ടായി കിട്ടിയിട്ട് ഒരെണ്ണ കിട്ടിയുള്ളൂ എന്ന് വെച്ചാലും ഞാൻ പറയും 4 പേരായിട്ട് പങ്കുവെച്ചേക്കണം, അച്ചാച്ചനും അമ്മയ്ക്കും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കണം എന്നും പറയാറുണ്ട്. അച്ചാച്ചനുണ്ടെങ്കിൽ എന്തായാലും അച്ചാച്ചനുള്ളത് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ എന്ത് കാര്യം ചെയ്യിപ്പിക്കത്തുള്ളൂ. എനിക്ക് ചേട്ടനെ കൊടുക്കാത്ത ഒരു കാര്യം എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം.